സൗദി അറേബ്യക്കെതിരെ ഇപ്പോൾ കടലിൽ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യമനിലെ ഹൂത്തികൾ. സൗദി അറേബ്യ വ്യോമ രംഗത്തും അതുപോലെ തന്നെ നാവിക രംഗത്തും ഹൂത്തികൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഇറാനും അതുപോലെ അമേരിക്കയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഉപരോധം ഹൂത്തികൾ പ്രഖ്യാപിക്കുന്നത്. ഇതിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹൂത്തികൾ പറയുന്നത് ഈ സൗദി അറേബ്യ എപ്പോഴാണോ യമനിനെതിരെ ഉള്ള ഉപരോധം പിൻവലിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഈ ഉപരോധം പിൻവലിക്കുകയുള്ളൂ എന്നാണ്. സൗദി അറേബ്യയുടെ ഏത് കപ്പലുകളും റെഡ് സീയിലൂടെ സർവീസ് നടത്തുകയാണെങ്കിൽ അതിനെതിരെ ആക്രമണം നടത്തും. അതുപോലെ സൗദി അറേബ്യയുടെ പോർട്ടുകൾക്ക് നേരെ, ആ പോർട്ടിലേക്ക് നീങ്ങുന്ന കപ്പലുകൾക്കും ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കപ്പലുകൾ ആക്രമിക്കും എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള ആക്രമണം തുടരുമ്പോൾ നമുക്കറിയാം, GCC രാഷ്ട്രങ്ങളിൽ നിന്നും ഹോർമുസ് കടലിലേക്ക് വഴി ഇപ്പോൾ കപ്പലുകൾക്ക് നീക്കം നടത്താൻ സാധിക്കുന്നില്ല. എന്നാൽ ഇത് പരിഹരിക്കാൻ സൗദി അറേബ്യയുടെ ജിദ്ദ അതുപോലെ തന്നെ യാംബു തുടങ്ങിയിട്ടുള്ള പല പോർട്ടുകളിൽ നിന്നും ഈ സർവീസ് നടത്താൻ സൗദി അറേബ്യയുടെ എണ്ണ പുറത്തേക്ക് എത്തിക്കാൻ പല വഴികളുമുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശ്വാസമുണ്ട്. കാരണം മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയുള്ള എണ്ണ സപ്ലൈ നിലയ്ക്കുമ്പോഴും സൗദി അറേബ്യയുടെ ഒരു ഭാഗത്തു നിന്നും എണ്ണ പുറത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെ സൗദി കൂടുതൽ ഈ രംഗത്ത്, അതായത് ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ അമേരിക്കക്കൊപ്പം ചേർന്നിട്ടില്ല. കാരണം ഇറാൻ സൗദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമിക്കും, അല്ലെങ്കിൽ ഹൂത്തികൾ ആക്രമിക്കും എന്ന് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യ അമേരിക്കക്ക് അനുകൂലമായ രീതിയിലുള്ള നീക്കങ്ങൾ നടത്താതിരിക്കുമ്പോൾ ഇറാൻ നേരിട്ട് സൗദി അറേബ്യയുമായിട്ടുള്ള ആക്രമണത്തിലേക്ക് പോകാനുള്ള താല്പര്യവുമില്ലാത്ത ഈ ഘട്ടത്തിൽ വീണ്ടും എണ്ണ കൂടുതൽ GCC രാഷ്ട്രങ്ങളിൽ നിന്ന് സൗദി അറേബ്യ വഴി പുറത്തു പോകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ നേരിട്ട് ഇടപെടാതെ സൗദി അറേബ്യയുടെ ഈ ഭാഗവും കൂടെ ഉപരോധം ഏർപ്പെടുത്തുക എന്ന നീക്കമാണ് നടത്തുന്നത്. കാരണം ഇറാന്റെ എണ്ണ പുറത്തേക്ക് പോകുന്നത് ഇപ്പോൾ പൂർണ്ണമായും ഉപരോധത്തിലൂടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാൻ ആദ്യമേ പറഞ്ഞതാണ്, ഇറാന്റെ സംവിധാനങ്ങൾ തടയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇറാന്റെ എനർജി പുറത്തേക്ക് പോകുന്നത് ഇറാന് മാത്രം എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രവിശ്യയിലുള്ള ഒരു രാഷ്ട്രങ്ങൾക്കും ആ സൗകര്യം വേണ്ട എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ നേരിട്ട് സൗദി അറേബ്യയിൽ ഇടപെടാതെ യമനികൾ മുഖേന ആ കാര്യങ്ങൾ ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നു എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യക്ക് ഇറാനെതിരെ, അല്ലെങ്കിൽ ഇറാൻ നേരിട്ട് സൗദിയെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള ഒരു നീക്കത്തിന് അവിടെ പ്രസക്തിയില്ല. അതേ സമയത്ത് സൗദി അറേബ്യയും ഹൂത്തികളും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്നതാണ്. ആ ഹൂത്തികളാണ് ഇപ്പോൾ സൗദി അറേബ്യക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾക്കിടയിൽ ഹൂത്തികൾ ഇങ്ങനെ ഒരു ഉപരോധം ഇവിടെ ഏർപ്പെടുത്തുമ്പോൾ അത് അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി വളരെ പെട്ടെന്ന് ഉയർന്നു വരാനുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യയുടെ പോർട്ടുകളെല്ലാം ഇപ്പോൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് ഒരു കപ്പലുകളും സൗദിയുടെ പോർട്ടിലേക്ക് നീങ്ങാൻ പാടില്ല, ആ കപ്പലുകളെ എല്ലാം ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൗദിയുടെ കപ്പലുകളും പുറത്തേക്ക് പോകുമ്പോൾ ആക്രമിക്കപ്പെടും എന്ന് തന്നെയാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ചിലതെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന വാർത്ത വരുന്നു. എന്തായാലും ഇവിടെയെല്ലാം ഒരു ഡേഞ്ചർ സോണായിട്ടാണ് ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ 3-4 കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഈ ഹൂത്തികളുടെ ഉപരോധത്തിൽ പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ജിദ്ദ, അതുപോലെ തന്നെ യാംബു, അതുപോലെ തന്നെ ചെങ്കടലുമായി ബന്ധപ്പെട്ട സൗദി അറേബ്യയുടെ പോർട്ടുകൾ, ഇതെല്ലാം ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ഉപരോധത്തിന് വിധേയമായിരിക്കുന്നു എന്നാണ് ഹൂത്തികളുടെ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇത് യുദ്ധത്തിന്റെ തോത് വർദ്ധിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് ലോകത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.